മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നയിക്കുന്ന മഹായുതിക്ക് കൂറ്റൻ വിജയം പ്രവചിച്ച് ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ ഫലം. 288 അംഗസഭയിൽ 175 മുതൽ 186 സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് സർവേയിലെ പ്രവചനം. കോൺഗ്രസ് നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തിന് 2019 അപേക്ഷിച്ച് 6 സീറ്റുകളാണ് സർവേ അധികമായി പ്രവചിക്കുന്നത്. 110 മുതൽ 111 സീറ്റുകൾ വരെയാണ് പ്രവചനം. മറ്റു പാർട്ടികൾക്ക് 113 മുതൽ 18 സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്നും സർവേ പറയുന്നുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളും ബി.ജെ.പിക്ക് തന്നെയാണ് സാധ്യത പ്രവചിക്കുന്നത്. 178 മുതൽ 200 സീറ്റുകൾ വരെയാണ് എൻ.ഡി.എക്ക് സാധ്യത കൽപ്പിക്കുന്നത്. മഹാവികാസ് അഘാടി സഖ്യം 37% വോട്ട് വിഹിതത്തോടെ 82 മുതൽ 102 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. മറ്റു പാർട്ടികൾക്ക് 6 മുതൽ 12 സീറ്റുകളാണ് പ്രവചനം. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മുൻതൂക്കം പ്രവചിച്ചതോടെ മഹായുതി ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 288 സീറ്റിൽ 147 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 105 സീറ്റുകളായിരുന്നു തനിച്ചു നേടാൻ കഴിഞ്ഞത്. ഇത്തവണ എൻ.ഡി.എയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള സാധ്യതയും ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ മഹാരാഷ്ട്രയിൽ ചെറുകക്ഷികൾ ഏറെ നിർണായകമാകും. കുതിര കച്ചവടത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് എൻ.ഡി.എ. ഇക്കുറി മഹാരാഷ്ട്ര തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മഹാരാഷ്ട്രയിൽ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെ ഗൗനിക്കുന്നില്ല. മഹാവികാസ് അഘാടി കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റ് വാങ്ങി അധികാരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഭരണത്തിനെതിരായ ജനവികാരത്തെ വിലയ്ക്കു വാങ്ങാൻ പണക്കൊഴുപ്പിന് കഴിയില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. എൻ.സി.പിയും ശിവസേനയും പിളർന്നതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകവുമാണ്. അതേസമയം വീണ്ടും ബി.ജെ.പി. അധികാരത്തിലേറിയാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷ ശക്തമാണ്. നിലവിൽ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയാണ് സഖ്യത്തിന്റെ മുഖ്യമന്ത്രി. ഷിൻഡെയെ നിലനിർത്തുമോ അതോ മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് മുഖ്യമന്ത്രി കസേര ലഭിക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അഭിപ്രായ സർവേയിൽ ജനപ്രീതി ഏക്നാഥ് ഷിൻഡെക്കാണ്. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേയിലാണ് ജനപ്രീതിയിൽ ഫഡ്നാവിസിനെ ഷിൻഡെ മറികടന്നത്. 31% ആളുകൾ അടുത്ത മുഖ്യമന്ത്രിയായി ഷിൻഡെയെ പിന്തുണച്ചപ്പോൾ വെറും 12% ആളുകളാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനൊപ്പം നിന്നത്. ഇരുവരും കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിക്കും അജിത് പവാറിനുമാണ് പിന്തുണ. 2% വീതം ആളുകളാണ് ഇരുവരെയും പിന്തുണച്ചത്. അതേസമയം മഹാവികാസ് അഘാടി സഖ്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയ്ക്കാണ്. 18% ആളുകളാണ് ഉദ്ധവ് മതിയെന്ന് പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് ആരായാലും മതിയെന്ന അഭിപ്രായവും 10% പേർ പങ്കിട്ടു. മുഖ്യമന്ത്രി മോഹവുമായി നടക്കുന്ന സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് 2% പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്.